മനുഷ്യൻ്റെ വേദനയുടെയും സഹനത്തിൻ്റെയും കനൽ നിറഞ്ഞ ഒരു താഴ്വരയാണ് ഗാസ. അവിടെ ഓരോ മൺതരിയും നിലവിളിക്കുന്നു. 44 സിവിലിയൻ വെസലുകളിലായി യാത്ര തിരിച്ച 500-ലധികം അന്താരാഷ്ട്ര സാമൂഹ്യ പ്രവർത്തകരെ അറസ്റ്റ് ചെയ്ത ആ സംഭവം അന്താരാഷ്ട്ര നിയമങ്ങളെയും മനുഷ്യത്വത്തെയും നോക്കി പല്ലുളിക്കുന്ന ഒരു പുതിയ അധ്യായം മാത്രമാണ്. അതൊരു കൊച്ചു കഥ മാത്രമല്ല, ലോകത്തിൻ്റെ കൺമുന്നിൽ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു നീണ്ട ദുരന്ത പരമ്പരയാണ്. ആ ദൗത്യത്തിൻ്റെ ലക്ഷ്യം എന്തായിരുന്നു? ഉത്തരം ലളിതമാണ്, എന്നാൽ അതിൻ്റെ ആഴം അളക്കാനാകാത്തതാണ്. മാനുഷികമായിട്ടുള്ള സഹായം എത്തിക്കുക. ലോകം തങ്ങളുടെ കണ്ണുകൾ അടച്ചുകളഞ്ഞ ഒരു ജനതയ്ക്ക് നേരെ നീട്ടിയ സ്നേഹത്തിൻ്റെ കൈകളായിരുന്നു ആ കപ്പലുകൾ. ഗ്രറ്റ തൻബർഗിൽ ഉൾപ്പെടെയുള്ള 500-ൽ അധികം വരുന്ന ആക്ടിവിസ്റ്റുകൾ സ്പെയിനിൽ നിന്ന് 44 കൊച്ചു കപ്പലുകളിലായി ഗാസയിലേക്ക് പുറപ്പെട്ടത് കേവലം ഭക്ഷണവും മരുന്നുകളും എത്തിക്കാൻ വേണ്ടി മാത്രമായിരുന്നില്ല. അത് തങ്ങൾക്ക് ചുറ്റും ഇരുട്ടുമാത്രം കാണുന്ന ലക്ഷക്കണക്കിന് മനുഷ്യർക്ക് പ്രതീക്ഷയുടെ വെളിച്ചം കൊടുക്കാൻ വേണ്ടിയുള്ള ഒരു സാഹസിക യാത്രയും കൂടിയായിരുന്നു. ആ ഗ്ലോബൽ സ്മിത്ത് ഫ്ലോട്ടില വഹിച്ചുകൊണ്ടിരുന്നത് കുഞ്ഞുങ്ങളുടെ വിശപ്പടക്കാനുള്ള ഭക്ഷണവും മുറിവുണക്കാനുള്ള മെഡിക്കൽ സപ്ലൈകളും ഒപ്പം ലോകം തങ്ങളെ മറന്നിട്ടില്ല എന്നൊരു സന്ദേശവുമായിരുന്നു. ഐറിസ് സെന്ററായ ക്രിഷ് അഡ്വേഡ്, മുൻ ബാഴ്സലോണ മേയർ അദാ ക്ലോവ്, യൂറോപ്യൻ പാർലമെന്റ് അംഗം റിമ ഹസൻ, ഒപ്പം നെൽസൺ മണ്ടേലയുടെ പുത്രൻ വരെ ആ കപ്പലിലുണ്ടായിരുന്നു. വിവിധ രാജ്യങ്ങളുടെ പാർലമെന്റ് അംഗങ്ങൾ പങ്കെടുത്ത ഈ യാത്രയ്ക്ക് ചില രാജ്യങ്ങളുടെ നാവികസേന പോലും സുരക്ഷ നൽകിയിരുന്നു എന്നത് ഇതിൻ്റെ പ്രാധാന്യം വിളിച്ചോതുന്നു. പക്ഷേ കാരുണ്യത്തിൻ്റെ ആ യാത്ര ഗാസയുടെ തീരത്ത് നിന്ന് ഏകദേശം 70 ന്യൂട്ടിക്കൽ മൈൽസ് അകലെ വെച്ച് തന്നെ നിശ്ചലമാവുകയായിരുന്നു. ആയുധമില്ലാത്ത സമാധ കക്ഷികളായ ആക്ടിവിസ്റ്റുകളെ അറസ്റ്റ് ചെയ്തു കൊണ്ടുപോകുമ്പോൾ ലോകത്തിൻ്റെ മനസ്സാക്ഷി വീണ്ടും മുറിവേൽക്കുകയായിരുന്നു. ഈ പ്രവൃത്തിക്കെതിരെ ഉയർന്ന അന്താരാഷ്ട്ര പ്രതിഷേധങ്ങൾ ഇസ്രായേലിൻ്റെ ഈ നടപടി എത്രമാത്രം നീതിരഹിതമായിരുന്നു എന്ന് തെളിയിച്ചു. കൊളംബിയ ഇസ്രായേലിൽ നിന്നുള്ള നയതന്ത്രജ്ഞരെ പുറത്താക്കുകയും സ്വതന്ത്ര വ്യാപാര കരാറുകൾ പോലും റദ്ദാക്കുകയും ചെയ്തു. തുർക്കി ഇതിനെ ഭീകരപ്രവർത്തനം എന്ന രീതിയിലാണ് അഭിസംബോധന ചെയ്തത്. ഡബ്ലിൻ, പാരീസ്, ബെർലിൻ തുടങ്ങിയ യൂറോപ്യൻ നഗരങ്ങളിൽ ജനങ്ങൾ തെരുവിലിറങ്ങി തങ്ങളുടെ അമർഷം പ്രകടിപ്പിച്ചുകൊണ്ടിരിക്കുന്നു. അറസ്റ്റ് ചെയ്തവരെ ഇസ്രായേലിലെ അഷ്ദോദ് തുറമുഖത്തേക്ക് എത്തിച്ച് നടപടിക്രമങ്ങൾ പൂർത്തിയാക്കി നാടുകടത്തുമെങ്കിലും ഈ ദൗത്യത്തിന് നേതൃത്വം നൽകിയ ഗ്രറ്റയെ പോലുള്ളവർക്ക് ചിലപ്പോൾ കൂടുതൽ നീണ്ട തടവ് ശിക്ഷ ലഭിച്ചേക്കാം എന്ന റിപ്പോർട്ടുകൾ ആണ് പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. പലായനം ചെയ്യാൻ ശ്രമിക്കുന്ന മനുഷ്യത്വത്തെ തടഞ്ഞു വെക്കുന്നതിൻ്റെ പ്രതീകമായി മാറുന്നു ഈ യാത്ര. ആ യാത്ര കേവലം ഒരു പരാജയമായിരുന്നില്ല, മറിച്ച് ഗാസയുടെ ദുരന്തം ഇന്നും ലോകത്തിൻ്റെ ശ്രദ്ധയിൽ കൊണ്ടുവരാനുള്ള ഒരു തീവ്ര ശ്രമമായിരുന്നു. ഇനി നമുക്ക് ഗാസയുടെ നെഞ്ചിൻ്റെ നീറ്റിലേക്കൊന്ന് ഇറങ്ങിച്ചെല്ലാം. അവിടുത്തെ നിലവിലെ സ്ഥിതിഗതികൾ ഏതൊരു കല്ലിനും കണ്ണീരലിയിക്കുന്നതാണ്. ഗാസയുടെ ഗാസ സ്ട്രിപ്പിലെ ഏകദേശം 90% ബിൽഡിങ്ങുകളും പൂർണ്ണമായി തകർന്നടിഞ്ഞ അവസ്ഥയിലാണ്. 10,000-ഓളം ജനസംഖ്യയുണ്ടായിരുന്ന കുസ പോലുള്ള ചില സിറ്റീസ് പോലും ഭൂമുഖത്ത് നിന്ന് തുടച്ചു മാറ്റപ്പെട്ടു. ഇതൊരു ആകസ്മികമായ തകർച്ചയല്ല. ഇസ്രായേൽ അവിടെ നടത്തുന്നത് ഒരു സിസ്റ്റമാറ്റിക് ഡെമോളിസമാണ് എന്ന് നിസ്സംശയം നമുക്ക് പറയാം. ഗാസയുടെ മുകൾ ഭാഗത്ത് നിന്ന് ആളുകളെ കുടിയൊഴിപ്പിച്ച് താഴോട്ട് ശക്തമായ ആക്രമണങ്ങൾ അഴിച്ചുവിട്ട് റെസിഡൻഷ്യൽ ടവേഴ്സുകളും സ്കൂളുകളും മറ്റ് ഇൻഫ്രാസ്ട്രക്ചേഴ്സുകളും ഫലസ്തീനുകളുടെ ഫലപുഷ്ടമായ അഗ്രികൾച്ചർ ലാൻഡ് പോലും നശിപ്പിച്ചുകൊണ്ട് ഒരു ജനതയുടെ വേരു അറുക്കാനാണ് ശ്രമം നടന്നുകൊണ്ടിരിക്കുന്നത്. ഗാസയുടെ ആരോഗ്യ മേഖല പൂർണ്ണമായും തകർന്നിരിക്കുന്നു. 84% ഹെൽത്ത് ഫെസിലിറ്റീസും പൂർണ്ണമായി തകർന്ന അവസ്ഥയിലാണ്. അവിടുത്തെ ഏറ്റവും വലിയ ഫെസിലിറ്റിയായ അൽഷിഫ ഹോസ്പിറ്റൽ പോലും പലതവണ അറ്റാക്സുകൾക്ക് ഇരയായി. വിദ്യാഭ്യാസ മേഖലയുടെ അവസ്ഥ ഇതിലും ദയനീയമാണ്. 87% ഗാസയിലെ സ്കൂളുകളും യൂണിവേഴ്സിറ്റികളും തകർന്നു. ഒരു ജനതയുടെ ഭാവിയെയാണ് ഈ ആക്രമണങ്ങൾ ഇല്ലാതാക്കിക്കൊണ്ടിരിക്കുന്നത്. ഗാസയിലെ ആളുകൾ ഇലക്ട്രിസിറ്റി ഇല്ലാതെയാണ് ഇപ്പോഴും ജീവിക്കുന്നത്. ഇസ്രായേൽ അങ്ങോട്ടേക്കുള്ള ഇലക്ട്രിസിറ്റി പൂർണ്ണമായും തടഞ്ഞു വച്ചതിൻ്റെ അനന്തരഫലമായി ഹോസ്പിറ്റലുകളിൽ പോലും വൈദ്യുതി ഇല്ലാതെ മേജർ സർജറികൾ ചെയ്യാൻ കഴിയാത്ത സാഹചര്യം വരെ ഉണ്ടായി. വൈദ്യുതിക്കായി ഉപയോഗിക്കുന്ന ജനറേറ്ററുകൾക്ക് വേണ്ട ഇന്ധനം പോലും ലഭ്യമാവാതെ വന്നപ്പോൾ ഹെൽത്ത് കെയർ ഇൻഡസ്ട്രി പൂർണ്ണമായി നിലച്ചു. വാട്ടർ സിസ്റ്റംസും സ്വേഗ സിസ്റ്റംസും എൻ്റർലി കൊളാപ്സ് ആയത് മറ്റൊരു ദുരന്തമാണ്. WHO കണക്കനുസരിച്ച് അതിജീവിക്കാൻ ഒരു ദിവസം വേണ്ട 6 ലിറ്റർ വെള്ളത്തിന് പകരം അവിടുത്തെ ജനങ്ങൾക്ക് 5 ലിറ്ററിനും താഴെ മാത്രമാണ് കുടിവെള്ളം പോലും ലഭിക്കുന്നത്. സ്വേഗ പ്രശ്നങ്ങൾ കാരണം
ദിഹാറ പോലുള്ള മാരകമായ അസുഖങ്ങളിലൂടെയാണ് അവർ കടന്നു പോകുന്നത് എന്നതാണ് മറ്റൊരു ഞെട്ടിപ്പിക്കുന്ന വിഷയം. സ്വേഗ സിസ്റ്റം റിപ്പയർ ചെയ്യുന്നതിന് പോലും ഇസ്രായേൽ ശക്തമായ പ്രിവെൻഷനുകൾ കൊണ്ടുവന്നിട്ടുണ്ട്. 2023 ഒക്ടോബർ 7 മുതൽ ഇതുവരെ ഇസ്രായേലിന്റെ ആക്രമണത്തിൽ 66,414 ഫലസ്തീനിലെ സാധാരണക്കാർ കൊല ചെയ്യപ്പെട്ടു. 1,58,000 അധികം ആളുകൾക്ക് ഗുരുതരമായി പരിക്കേറ്റിട്ടുണ്ട്. മരണപ്പെട്ടവരിൽ വലിയൊരു വിഭാഗം ആളുകളുടെ മൃതദേഹങ്ങൾ ഇപ്പോഴും തകർന്നടിഞ്ഞ കെട്ടിടങ്ങളുടെ അടിയിൽ തന്നെ കിടക്കുകയാണ് ചെയ്യുന്നത്. മൊത്തത്തിൽ ഒരാഴ്ചയിൽ ഏകദേശം 500ഓളം ആളുകൾ ഗാസയിൽ മരണപ്പെടുന്നു. ഓരോ ആഴ്ചയിലും 1,500-ലധികം ആളുകൾക്കാണ് മാരകമായിട്ടുള്ള പരുക്കുകൾ സംഭവിക്കുന്നത്. ഈ ആളുകളെ ചികിത്സിക്കാൻ ആവശ്യമായ സൗകര്യങ്ങൾ പോലുമില്ലാത്തത് ഹെൽത്ത് കെയർ ഇൻഡസ്ട്രിക്ക് വലിയൊരു വെല്ലുവിളി തന്നെയാണ്. ഭക്ഷണത്തിൻ്റെ കാര്യത്തിൽ ഗാസയിലെ ആളുകൾക്ക് ആവശ്യമുള്ളതിൻ്റെ ഏകദേശം 30% മാത്രമേ ഇപ്പോഴും ഭക്ഷണം ലഭിക്കുന്നുള്ളൂ. ഏകദേശം 5 ലക്ഷത്തിലധികം വരുന്ന ആളുകൾ അതിരൂക്ഷമായിട്ടുള്ള പട്ടിണിയിലാണ്, കടുത്ത ക്ഷാമത്തിലാണ് കടന്നു പോകുന്നത്. പോഷകാഹാരക്കുറവ് മൂലം 157 കുട്ടികൾ മരണപ്പെട്ടതായ റിപ്പോർട്ടുകളുണ്ട്. മതിയായ ഭക്ഷണങ്ങളില്ലാത്ത കാരണത്താൽ പട്ടിണി കിടന്ന് 455 ആളുകൾ മരണപ്പെട്ടിട്ട് വരെയുണ്ട്. ഗാസയിലെ 39% ആളുകളും ചില ദിവസങ്ങളിൽ പൂർണ്ണമായിട്ടും പട്ടിണിയിലാണ് കിടക്കുന്നത്. ഏകദേശം 1.2 മില്യൺ ആളുകളോളം ഗാസയിൽ നിന്ന് കുടിയൊഴിപ്പിച്ച് കഴിഞ്ഞു. തങ്ങളുടെ വീടും സമ്പത്തുകളും നഷ്ടപ്പെട്ട് ഓവർ ക്രൗഡഡ് ടെൻസുകളിലും തകർന്ന കെട്ടിടങ്ങളുടെ അവശിഷ്ടങ്ങൾക്കിടയിലുമാണ് അവർ ഇപ്പോഴും ജീവിക്കുന്നത്. ഏറ്റവും പുതുതായി ഗാസ സിറ്റിയിലെ ആളുകൾക്ക് നൽകിയിട്ടുള്ള ഫൈനൽ ഇവാക്വേഷൻ വാണിംഗ് ഭീഷണിയുടെ മറ്റൊരു രൂപമാണ്. ഇസ്രായേൽ ഡിഫൻസ് മിനിസ്റ്റർ അറിയിച്ചത് ഗാസയിൽ തുടരുന്നവരെ ടെററിസ്റ്റുകളായിട്ടും ടെററിസ്റ്റുകളെ സപ്പോർട്ട് ചെയ്യുന്നവരായിട്ടും കണക്ക് കൂട്ടും എന്നതാണ്. അതായത് ജീവൻ വേണമെങ്കിൽ പലായനം ചെയ്യണം എന്ന സമീപനമാണ് ഇസ്രായേൽ സ്വീകരിക്കുന്നത്. ഇന്ധനം ലഭ്യമല്ലാത്തതിനാൽ ട്രാൻസ്പോർട്ടേഷൻ വളരെ ബുദ്ധിമുട്ടിലാണ്. അതിനാൽ തന്നെ കാൽനടയായി അനേകം കിലോമീറ്റേഴ്സ് നടന്നു മാത്രം പലായനം ചെയ്യേണ്ട ഒരു അവസ്ഥയിലേക്ക് ഈ ആളുകൾ എത്തിച്ചേർന്നിരിക്കുന്നു. ഗാസയിലെ സാധാരണ ജനങ്ങൾ കടന്നു പോകുന്ന ഈ അതിദാരുണ്യമായ അവസ്ഥ കാരണമാണ് ഗ്ലോബൽ സ്മിത്ത് ഫോർട്ടില്ല എന്ന പേരിൽ സാമൂഹ്യ പ്രവർത്തകർ മാനുഷിക സഹായങ്ങളുമായി യാത്ര തിരിച്ചത്. കൃത്യമായ രീതിയിലുള്ള ഒരു വംശഹത്യ പോലും നടക്കുന്നുണ്ടോ എന്ന ലോകം സംശയിക്കുന്നു. UN പോലുള്ള ഇസ്രായേൽ ഗാസയിൽ വംശഹത്യ നടത്തുന്നുണ്ട് എന്ന രീതിയിലുള്ള പ്രസ്താവനകൾ നടത്തിയിട്ടുണ്ട്. 1948 വംശഹത്യ കൺവെൻഷനിൽ നിർണയിക്കപ്പെട്ട 5 വംശഹത്യാ പ്രവർത്തനങ്ങളിൽ 4 ഇസ്രായേൽ ഗാസയിൽ നടപ്പാക്കി കഴിഞ്ഞു എന്നാണ് UN വിലയിരുത്തുന്നത്. പലസ്തീനികളെ പൂർണ്ണമായോ ഭാഗികമായോ നശിപ്പിക്കാനുള്ള പ്രവർത്തനങ്ങൾ മുതൽ അവരുടെ ഫെസിലിറ്റി സെന്റേഴ്സുകൾ പോലും നശിപ്പിച്ച് ഇതിൽ ഉൾപ്പെടുന്നു. ഇസ്രായേൽ ഫലസ്തീനിലെ സാധാരണ ജനങ്ങളോട് ചെയ്തുകൊണ്ടിരിക്കുന്നത് ചരിത്രം ഒരിക്കലും പൊറുക്കാത്ത ഗുരുതരമായ പ്രവർത്തനങ്ങളാണ്. എന്തുകൊണ്ട് ഈ സംഘർഷം ഒരു പര്യവസാനം കാണുന്നില്ല? എന്തുകൊണ്ടാണ് ഇസ്രായേൽ ഈ നിരന്തരമായ ആക്രമണം തുടരുന്നത് എന്ന ചോദ്യങ്ങളിലേക്ക് നോക്കുമ്പോൾ 2023 ഒക്ടോബർ 7 ഹമാസ് നടത്തിയ ആക്രമണവും ഇസ്രായേലിലെ സാധാരണക്കാരെ ബന്ദികളാക്കി ഗാസയിലേക്ക് കൊണ്ടുവന്നതുമാണ് ഈ യുദ്ധത്തിന് തീ കൊളുത്തിയത്. ഇതിനുള്ള പ്രത്യാഘാതമായാണ് ഇസ്രായേൽ ആക്രമണം ആരംഭിച്ചത്. എന്നാൽ അത് ഇപ്പോഴും തുടരുന്നത് രാഷ്ട്രീയപരമായും സൈനികപരമായും ചില ലക്ഷ്യങ്ങൾ ഉള്ളതുകൊണ്ടാണ്. ഒരു സീസ് ഫയറിൽ എത്താൻ ഇരുഭാഗത്തു നിന്നും അവരുടേതായ ആവശ്യങ്ങളുണ്ട്. അവ ഒരു വിട്ടുവീഴ്ചക്കും തയ്യാറല്ലാത്ത ദുരന്തത്തിലാണ് നിൽക്കുന്നത്. ഇസ്രായേലിൻ്റെ ആവശ്യങ്ങൾ വ്യക്തമാണ്. ഹമാസിനെ പൂർണ്ണമായി ഉന്മൂലനം ചെയ്യണം. ഹമാസ് അവരുടെ സേഫ്റ്റിക്ക് ഭീഷണിയാണെന്ന് ഇസ്രായേൽ ഉറച്ചു വിശ്വസിക്കുന്നു. ഹമാസ് നിലനിൽക്കുന്നിടത്തോളം കാലം ഇസ്രായേൽ സുരക്ഷിതമായിരിക്കില്ല എന്ന് അവർ വിചാരിക്കുന്നു. ഹമാസിന്റെ ഇൻഫ്രാസ്ട്രക്ചറുകളും അറ്റാക്കിംഗ് പവറും പൂർണ്ണമായി ഇല്ലാതാക്കിയാൽ മാത്രമേ ഇസ്രായേൽ സുരക്ഷിതം ആകൂ എന്നാണ് അവർ കണക്ക് കൂട്ടുന്നത്. ഹമാസിന്റെ കസ്റ്റഡിയിലുള്ള 130ഓളം ഇസ്രായേലികളെ വിട്ടുകിട്ടണം എന്നത് ഇസ്രായേലി ജനതയുടെയും സർക്കാരിൻ്റെയും വലിയ ഒരു ആവശ്യമാണ്. സീസ് ഫയറിന് ശേഷം പോലും ഹമാസിന്റെ നേതൃത്വത്തിൽ ഒരു ഗവൺമെന്റ് ഗാസയിൽ വരരുത് എന്നതിനാൽ ഇസ്രായേൽ അതിൽ തന്നെ ഉറച്ചു നിൽക്കുകയാണ് ചെയ്യുന്നത്. അതേസമയം ഹമാസിന്റെ ആവശ്യങ്ങൾ ഇതാണ്: ബന്ദികളെ വിട്ടയക്കാം, പക്ഷേ പകരമായി പെർമനന്റ് സീസ് ഫയർ കൊണ്ടുവരണം. താൽക്കാലികമായ ഒന്നിൽ അവർക്ക് താല്പര്യമില്ല. ഇസ്രായേൽ ബഫർ സോൺ എന്നോണം മാറ്റിയെടുത്ത ഗാസയുടെ ഭാഗങ്ങളിൽ നിന്ന് ആർമി ഫോഴ്സിനെ പൂർണ്ണമായി തിരിച്ചു വിളിക്കണം. ഇസ്രായേൽ ജയിലിൽ കഴിയുന്ന ആയിരക്കണക്കിന് പലസ്തീനികളെ വിട്ടയക്കണം. ഒരു കൂട്ടരും ഒരേ സമയം തങ്ങളുടെ ആവശ്യങ്ങളിൽ വിട്ടുവീഴ്ച ചെയ്യാൻ തയ്യാറാകാതെ വരുമ്പോൾ ചർച്ചകൾ എങ്ങുമെത്താതെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു. പരസ്പരം നിൽക്കുന്ന അവിശ്വാസമാണ് ഈ സംഘർഷം നീണ്ടുപോകുന്നതിൻ്റെ പ്രധാന കാരണം. ഈ സംഘർഷം കേവലം ഗാസ സ്ട്രിപ്പിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്നില്ല.
ഫലസ്തീൻ്റെ മറ്റൊരു ഭാഗമായ വെസ്റ്റ് ബംഗാളിലും ഫലസ്തീനികൾ വ്യത്യസ്ത പ്രശ്നങ്ങളിലൂടെയും അധിനിവേശത്തിലൂടെയും കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് ലോകത്തെ അമ്പരപ്പോടെ ഭയപ്പെടുത്തുന്നുണ്ട് എന്നതാണ് വാസ്തവം. ഈ ദുരന്ത ഭൂമിയിലെ ഓരോ കാഴ്ചയും ഓരോ ചോദ്യചിഹ്നമാണ്. ഐഡിയോളജീസുകളോ റിലീജിയൻ പരമായ ചിന്തകളോ മാറ്റി നിർത്തി കേവലം മനുഷ്യത്വത്തിൻ്റെ കണ്ണിലൂടെ നോക്കിയാൽ ഗാസയിലെ ആളുകൾ കടന്നുപോകുന്ന ഈ മോശം അവസ്ഥയുടെ ആഴം നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. എല്ലാം പെട്ടെന്ന് അവസാനിക്കുകയും ലോകത്ത് സമാധാനം പുലരുകയും ചെയ്യട്ടെ. ഈ ഭൂമിയിലെ ഒരു കുഞ്ഞും വിശന്നോ ഭയന്നോ ഉറങ്ങാതിരിക്കട്ടെ. ഗാസയിലെ ദുരന്ത കഥയുടെ കറുത്ത അധ്യായങ്ങൾ എണ്ണമറ്റതാണ്. ലോകം കണ്ണു തുറക്കണം, ശബ്ദമുയർത്തണം. കാരണം അവിടെ തകർന്നു വീഴുന്നത് കെട്ടിടങ്ങൾ മാത്രമല്ല, മനുഷ്യന്റെ വിശ്വാസവും പ്രതീക്ഷകളുമാണ്. അറിവാണ് ഏറ്റവും വലിയ ആയുധം. നിങ്ങൾക്ക് ചെയ്യാൻ കഴിയുന്നതിലെ ഏറ്റവും വലിയൊരു സഹായം ഗാസയുടെ ഈ അവസ്ഥ ആളുകളിലേക്ക് എത്തിക്കുക എന്നത് മാത്രമാണ്. ആളുകൾ അറിയട്ടെ, ശബ്ദം ഉയർത്തട്ടെ. ഈ വീഡിയോ എല്ലാവരിലേക്കും ഷെയർ ചെയ്യുക. കൂടാതെ വീഡിയോ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ വിലയേറിയ അഭിപ്രായം കമൻറ്റ് ചെയ്യാനും മറക്കാതിരിക്കുക. എങ്കിൽ മാത്രമേ വീഡിയോ കൂടുതൽ ആളുകളിലേക്ക് എത്തുകയുള്ളൂ. നിങ്ങൾ ഈ ലോകത്തോട് പറയാനുള്ളത് നിർബന്ധമായും കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തൂ. ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കാതിരിക്കുക. അടുത്തൊരു ഇൻഫർമേറ്റീവായ വീഡിയോയുമായി ഉടൻ കാണുന്നതുവരെ ഗുഡ് ബൈ.